പരിപാലന രംഗത്ത് കൈത്താങ്ങായി പെരുമ്പാവൂർ നഗരസഭ പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടന്നു. ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി അസുഖം, അപകടം, പ്രായാധിക്യം എന്നിവയാൽ കിടപ്പിലായ രോഗികൾക്ക് അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നീ വൈദ്യശാസ്ത്ര വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രാഥമിക ദ്വിതീയ പരിചരണ യൂണിറ്റുകൾ വീടുകളിലെത്തി പരിചരണം നൽകി ആശ്വാസം പകരുന്ന പെരുമ്പാവൂർ നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ പദ്ധതിയാണ് ഉണർവ്. ഈ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നഗരസഭയിൽ നടന്നു. ചെയർമാൻ പോൾ പാത്തിക്കൽ ലോഗോ പ്രകാശനം ചെയ്തു. പെരുമ്പാവൂർ നഗരസഭയിൽ അസുഖം ബാധിച്ച ആളുകളെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്ന പരിപാടിയാണ് പാലിയേറ്റീവ് കെയർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നഗരസഭ നടപ്പിലാക്കി പോരുന്ന ഒരു പദ്ധതി തന്നെയാണ്. അത് കുറച്ചുകൂടെ കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നുള്ള രീതിയിൽ അത്തരം പദ്ധതികൾക്ക് ഒരു ഏകോപനം എന്നുള്ള രീതിയിലാണ് പുതിയ പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുന്നത്. ഉണർവ് എന്ന രീതിയിൽ നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ അസുഖം ബാധിച്ച് വീടുകളിൽ തന്നെ കഴിയുന്ന ആളുകളെ ഡോക്ടറുടെ നേതൃത്വത്തിൽ നേഴ്സ് ഉൾപ്പെടെ വന്ന് പരിശോധിക്കുകയും അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്യുന്നു ഈ പദ്ധതിയുടെ. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉൾപ്പെടെയുള്ള നിരവധി ഉപകരണങ്ങൾ നഗരസഭ നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അത്തരം പദ്ധതികൾ തുടർന്നു പോകും. ആ പദ്ധതികളുടെ ഏകോപനമാണ് ഉണർവ് എന്നുള്ള രീതിയിൽ നഗരസഭ ആലോചനയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പാലിയേറ്റീവ് രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും എല്ലാം ഒരു സംഗമം ഈ വരുന്ന 28-ാം തീയതി പെരുമ്പാവൂർ EMS ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. അവിടെ ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട അസുഖം ബാധിച്ച ആളുകളെല്ലാം അവിടെ എത്തിക്കുകയും അവരുടെ ഒരു കലോത്സവം എന്നുള്ള രീതിയിൽ അവരെ കൂടുതൽ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് നഗരസഭയ്ക്കുള്ളത്. അത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായവും കൂടുതലായി അഭ്യർത്ഥിക്കുന്നു. CK രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.